നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വനിതാ സംവരണ ഭേദഗതി ബിൽ അംഗീകരിക്കാൻ എംപിമാർക്കെല്ലാം കത്തെഴുതണമെന്ന് സ്ത്രീകളോട് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വനിതാ സംവരണം ഇനിയും വൈകിപ്പിക്കരുത്, അങ്ങനെ വൈകിപ്പിച്ചാൽ അത് അനീതിയാകുമെന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. സ്ത്രീകൾക്ക് അദ്ദേഹം കത്തെഴുതിയിരിക്കുകയാണ്. വനിതാ സംവരണ ബില്ലിൽ രാഷ്ട്രീയ തർക്കം ശക്തമാകുന്നതിനിടയിലാണ് വനിതകളെ തന്നെ വെച്ചുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത്. പാർലമെന്റ് സമ്മേളനത്തിൽ പാസ്സാക്കാനുള്ള നീക്കമാണ് പ്രധാനമന്ത്രി നടത്തുന്നത്. നാരീശക്തി വന്ദൻ സമ്മേളനം എന്ന പേരിൽ ദില്ലിയിൽ നടന്ന കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ടും പ്രധാനമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. രാജ്യത്തെ സ്ത്രീകൾക്ക് എഴുതിയ കത്തിൽ വികസിത ഇന്ത്യയിലേക്കുള്ള കുതിപ്പിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുക തന്നെ ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇനിയും ഇത് വൈകിക്കാനാകില്ല. 2029 മുതൽ ലോക്സഭയിലെ നിയമസഭകളിലും ഇത് നടപ്പാക്കാനായില്ലെങ്കിൽ അത് ദൗർഭാഗ്യകരമാകുമെന്നടക്കം പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ബില്ല് പാസ്സാക്കാൻ ഇന്ത്യയിലെ ആകെ സ്ത്രീകളുടെ അനുഗ്രഹം തേടുന്നുവെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ബില്ല് പാസ്സാക്കാൻ എംപിമാർക്ക് മേൽ സ്ത്രീകൾ സമ്മർദ്ദം ചെലുത്തണമെന്ന പരോക്ഷ നിർദ്ദേശവും പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട്. പിന്തുണ ചോദിച്ച് സ്ത്രീകൾ അവരുടെ എംപിമാർക്ക് കത്തെഴുതണമെന്ന് മോദി കുറിച്ചു. അതേസമയം ഇതിനെ പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ട്. പക്ഷേ വിമർശിച്ച പ്രതിപക്ഷം രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രിയുടെ ആരോപണം. സംവരണത്തെ പ്രതിപക്ഷം എതിർക്കുന്നു എന്ന് വരുത്തി തീർക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത്. വനിതാ സംവരണത്തെ അല്ല, മണ്ഡല പുനർനിർണയമാണ് സർക്കാർ നടപ്പാക്കാൻ നോക്കുന്നതെന്നും കോൺഗ്രസ് പ്രതികരിച്ചു. ഇപ്പോൾ നിർദ്ദേശിച്ച മണ്ഡല പുനർനിർണയം അംഗീകരിക്കാനാവില്ല എന്നാണ് ഇടതുപക്ഷത്തിലെ നിലപാട്. ബില്ലിനെ എതിർക്കാനാണ് സമാജ്വാദി പാർട്ടിയും RJDയും ആലോചിക്കുന്നത്. 1/3 കൂടുതൽ സ്ത്രീകൾക്ക് ലോക്സഭയിലെത്താൻ അവസരം നൽകിയ തൃണമൂൽ കോൺഗ്രസ് ആണ് വനിതാ സംവരണം നടപ്പാക്കിയ ഏക പാർട്ടിയെന്ന് മമതാ ബാനർജിയുടെ പ്രതികരണം. ഇതിനിടെ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പങ്കെടുത്ത സമ്മേളനത്തിലെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുൻ സ്പീക്കറുമായ മീരാ കുമാറിന്റെ സാന്നിധ്യം ചർച്ചയായി. വനിതാ സംവരണത്തിനായി എന്നും വാദിച്ച വ്യക്തി എന്ന നിലയ്ക്കാണ് പങ്കെടുത്തത് എന്നായിരുന്നു മീരാ കുമാറിന്റെ വാദം. അതേസമയം മല്ലികാർജ്ജുൻ ഖർഗെയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിപക്ഷ യോഗം പാർലമെന്റ് സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട നയം എന്താണെന്ന് തീരുമാനിക്കും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഇടയാക്കുന്ന ബില്ലുകൾ സമ്മേളനത്തിന് 2 ദിവസം ബാക്കി നിൽക്കുമ്പോഴും എംപിമാർക്ക് വിതരണം ചെയ്തിട്ടില്ല എന്നതും പ്രധാന കാര്യമാണ്. അതേസമയം രാജ്യത്തെ നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാക്കുന്ന നാരി ശക്തി വന്ദൻ ഭേദഗതി ബിൽ സമൂഹത്തിൽ വലിയ മാറ്റം കൊണ്ടുവരുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുൻ DGP R ശ്രീലേഖ. സ്ത്രീകളെ നിയമങ്ങളുടെ ഗുണഭോക്താവായി കാണുന്നതിന് പകരം നിയമനിർമ്മാണത്തിന്റെ ഭാഗമാക്കുക എന്നതാണ് ബില്ലിന്റെ ലക്ഷ്യമെന്നും ശ്രീലേഖ പറഞ്ഞു. സ്ത്രീകളോടുള്ള പരിഗണന ആർക്കും ഒഴിവാക്കി നിർത്താനാകില്ല എന്നും അവർ പ്രതികരിച്ചു. ശ്രീലേഖയുടെ പ്രതികരണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് സ്ത്രീകളുടെ റെപ്രസെന്റേഷൻ വളരെ കുറവാണ്. ഇപ്പോ തദ്ദേശ സ്ഥാപനങ്ങളിൽ 50% റിസർവേഷൻ ഉണ്ടെങ്കിൽ പോലും, സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും, ലോക്സഭയിലും നിയമസഭയിലും കൂടെ ചേർത്ത് 15-ന് താഴെയുള്ളൂ. 14.6 അങ്ങനെയായിട്ട് കിടക്കുകയാണ്. ഇത് മാറണം. കാരണം ഭാരതത്തിന്റെ രാഷ്ട്ര നിർമ്മാണത്തിന് സ്ത്രീകളുടെ പങ്ക് വളരെയധികം പ്രധാനമാണ് എന്ന് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹം 2014 മുതൽ പറയുന്നതാണ്. അദ്ദേഹത്തിന്റെ സഹോദരിമാർക്ക് അർഹമായ പരിഗണന എല്ലാ രംഗത്തും കിട്ടണം. അതിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്ര നിർമ്മാണത്തില്, നിയമനിർമ്മാണത്തില് നല്ലൊരു പങ്ക് വേണം എന്ന ഒരു ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്ന ഒരു നിയമ ഭേദഗതി ഭരണഘടനയിൽ കൊണ്ടുവരണം എന്ന ആവശ്യവുമായിട്ട് വന്നത്. അതിപ്പോ അതിന്റെ എല്ലാ തലങ്ങളിലുമുള്ള ബില്ല്, അതിന്റെ രൂപം, അതിന്റെ ഏകദേശം ശരിയായി. അതിന് 16-ാം തീയതി അത് അവതരിപ്പിക്കുകയാണ് പാർലമെന്റില്. അതിനു മുമ്പായിട്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണ, ജനങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഇതിനായിട്ട് ആവശ്യമുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയ പശ്ചാത്തലം പറയുകയാണെങ്കിൽ, നമ്മുടെ ഭാരത ഭരണഘടനയില് സ്ത്രീകൾക്ക് തത്തുല്യ സ്ഥാനം എല്ലാ മേഖലയിലും പുരുഷന്മാരോടൊപ്പം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും പ്രത്യേക നിയമം ഇല്ലാത്തത് കൊണ്ട് ലോക്കൽ ഗവൺമെന്റിനും, അതായത് പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പൽ തലത്തിലുമുള്ള അഡ്മിനിസ്ട്രേഷന്റെ സമയത്തോ അല്ലെങ്കിൽ നിയമസഭയിലോ ലോക്സഭയിലോ ഒന്നും സ്ത്രീകൾക്ക് അതിൻ്റെതായിട്ടുള്ള പങ്കുണ്ടായിരുന്നില്ല. രാഷ്ട്രീയ രംഗം നോക്കിക്കഴിഞ്ഞാൽ പോലും സ്ത്രീകൾക്ക് ഒരു ടിക്കറ്റ് കിട്ടുന്നതും ഇലക്ഷനിൽ നിൽക്കുന്നതും ഒക്കെ വളരെ അപൂർവമായിട്ടുണ്ടായിരുന്നു പണ്ട്. അതിനുശേഷമുള്ള 73-ഉം 74-ഉം നിയമസഭാ ഭേദഗതികൾ വന്നതിന് ശേഷമാണ് 33% സംവരണം തദ്ദേശ സ്ഥാപനങ്ങളിൽ വേണം എന്നുള്ളൊരു നിയമം വരികയും അതനുസരിച്ച് 1995 തിരഞ്ഞെടുപ്പ് കേരളത്തിൽ വന്നപ്പോ
33.5% സ്ത്രീകളെ വെച്ചുകൊണ്ടാണ് അന്നത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തിയത്. അതിന് പിന്നീട് 50% വരെ ആക്കാമെന്നുള്ള ഒരു സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് ഉത്തരവ് വന്നതിൽ പിന്നെ പല സംസ്ഥാനങ്ങളും 50% ആക്കുകയും അങ്ങനെ 2009 കേരളത്തിലും 50% റിസർവേഷൻ വെച്ച് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇലക്ഷന് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൊടുക്കുകയുണ്ടായി. ഇപ്പൊ നമ്മൾ കാണുന്നത് എന്താണ്? വളരെ നല്ല രീതിയിലാണ് തദ്ദേശ ഭരണം നടക്കുന്നത്. ഒരു റൊട്ടേഷൻ അനുസരിച്ച് എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും മാറി മാറി ചില സീറ്റുകൾ സ്ത്രീ സംവരണ സീറ്റായിട്ട് നിശ്ചയിച്ചുകൊണ്ടും മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഡെപ്യൂട്ടി പ്രസിഡന്റിന്റെയും ഒക്കെ സ്ഥാനങ്ങൾ വനിതകൾക്ക് നൽകിക്കൊണ്ടുമൊക്കെ ഇത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നതായിട്ട് കാണാം. സ്ത്രീകളുടെ ഉന്നമനം വളരെ നല്ല രീതിയിൽ അവരുടെ ശബ്ദം ഇതുപോലെ നിയമനിർമ്മാണ മേഖലയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതേപോലെയുള്ള ഒരു മാറ്റം ലോക്സഭയിലും രാജ്യസഭയിലും അതുപോലെ നിയമസഭയിലും കൂടെ ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു ബില്ല് 128 നിയമ ഭേദഗതി ബില്ല് എന്ന് പറഞ്ഞൊരു ബില്ല് അവതരിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് 106 അമെന്റ്മെന്റ് ആയിട്ട് മാറും. നമ്മുടെ നിയമമായി കഴിഞ്ഞാൽ ഭാരത ഭരണഘടനയിലെ 106 ഭരണ ഭേദഗതിയായിട്ട് മാറും. 33% സ്ത്രീ സംവരണം നിയമസഭകളിലും ലോക്സഭകളിലും ഉണ്ടാവണം എന്നുള്ള ഒരു കാര്യം വരും. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ 2029 നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇത് പ്രതിഫലിച്ച് കാണുകയും 2029 ശേഷം സ്ത്രീകളുടെ പ്രാതിനിധ്യം ലോക്സഭയിലും നിയമസഭയിലും ഒക്കെ കൂടുതലായിട്ട് വരികയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ഗുണകരമായിട്ട് ഭവിക്കും. അപ്പൊ ഇതിനൊരു സർവകക്ഷി പിന്തുണ വേണം. എല്ലാ പാർട്ടികളും അവരുടെ പിന്തുണ ഇതിന് കലകാലങ്ങളായിട്ട് നൽകിയിട്ടുണ്ട്. കാരണം വനിതകൾക്കുള്ള ഒരു ആദരവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്കുള്ള പരിഗണന എന്ന് പറയുന്നത് ആർക്കും അവഗണിക്കാൻ പറ്റുന്ന കാര്യമല്ല. സ്ത്രീകളെ എവിടെ മാനിക്കുന്നു അവിടെ മാത്രമേ സമൂഹം ആദരിക്കപ്പെടുന്നുള്ളൂ, നമ്മുടെ സമൂഹം മെച്ചപ്പെടുന്നുള്ളൂ എന്നുള്ള ഒരു തത്വത്തിന്റെ അധിഷ്ഠിതമായിട്ട് എല്ലാ പാർട്ടികളും എല്ലാ വിവിധ കക്ഷി രാഷ്ട്രീയങ്ങളും എല്ലാം ഒരുപോലെ അംഗീകരിച്ച കാര്യമാണ് 33%, പിന്നീട് 50% സ്ത്രീ സംവരണം തദ്ദേശ സ്ഥാപനങ്ങളിൽ. അപ്പൊ അത് കേന്ദ്രത്തിൽ കൂടെ വരുന്നതിന് 33% ആ ഒരു നിയമം പാസ്സാക്കുന്നതിന് എല്ലാ പാർട്ടികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ സമുദായത്തിന്റെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ചോദിച്ചുകൊണ്ടുള്ള ഒരു പത്ര സമ്മേളനമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഇന്ന് നടത്തുന്നത്. അപ്പം ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഒരു ഓൺലൈനായിട്ട് എല്ലാവരെയും കണ്ട് ഇതിനെക്കുറിച്ച് അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അതോടൊപ്പം അദ്ദേഹം പറയും എന്തൊക്കെ വിവിധ പദ്ധതികളാണ് സ്ത്രീകൾക്ക് വേണ്ടിയും പെൺകുട്ടികൾക്ക് വേണ്ടിയും ഒക്കെ ഭാരതത്തിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 12 വർഷമായിട്ട് വളരെയധികം കാര്യങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകളുടെ സ്വയം പര്യാപ്തതയ്ക്കായിട്ട് അവരുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ സ്ത്രീകൾക്ക് ആദരപൂർവ്വം അവർക്ക് ജീവിക്കാൻ അവർക്ക് ബഹുമാനപൂർവ്വം അവർക്ക് അഭിമാനത്തോടു കൂടി സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു